ഇന്റർവ്യൂസിൽ നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ആ സെറ്റിൽ നിങ്ങൾ സിനിമയിൽ നിങ്ങൾ പോർട്രേ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിൻ്റെ അകത്തും ഇപ്പം നസ്രിയയുടെ ആ ഒരു ക്യാരക്ടറിൻ്റെ ബബ്ലിനെസ് അല്ലെങ്കിലും ഒരു ഇതിനകത്ത് കുറച്ചും കൂടെ ഒരു ഭയങ്കര ബുദ്ധിയുള്ള ഒരാളാണ്. ബബ്ലിനെസ്സിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ കണ്ടേന്ന് മാറിയിട്ട്. അപ്പം ഇതിനകത്ത് ഇപ്പം നമ്മൾ ഇന്റർവ്യൂസ് മുമ്പ് നിങ്ങൾ പ്രൊമോഷനിൽ തരുന്ന സമയത്തും അവിടെ ഒരു ഭയങ്കര ബോണ്ടിങ് ഫീൽ ചെയ്യുമായിരുന്നു. ലൈക്ക് അങ്ങനെ ഒരു എന്താ പറയുക, ഭയങ്കര ഹയറാർക്കിക്കൽ സാധനം അങ്ങനത്തെ ഒന്നും വർക്കൗട്ട് ചെയ്യാത്ത ഫീലായിരുന്നു നമുക്ക് കിട്ടിയത്. അപ്പം ആ സിനിമയ്ക്കും അത് അത്തരം നമ്മളെ സഹതാരങ്ങൾ തമ്മിലും എല്ലാവരും തമ്മിലുണ്ടാകുന്ന ഒരു ബോണ്ടിങ് വർക്കൗട്ട് ആവുമല്ലോ. അപ്പം അങ്ങനെ തന്നെയായിരുന്നു. ലൈക്ക് സിനിമയിൽ കാണുന്നതിൻ്റെ പോലെ തന്നെ നിങ്ങളുടെ സെറ്റിലും ആ ഒരു എന്താ പറയുക, ലൈക്ക് ഒരു ഫീൽ ഗുഡ് അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്ടേഴ്സിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ എന്തെങ്കിലും സ്റ്റെപ്സ് ഉണ്ടായിരുന്നു? അതോ ലൈക്ക് നാച്ചുറലി ഹാപ്പൻസ് അങ്ങനെയായിരുന്നു? നമ്മള് അങ്ങനെ എഫേർട്ട് എടുത്ത് ചെയ്തിട്ടൊന്നുമില്ല. ചില സമയത്ത് ഇപ്പൊ നച്ചു നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്. ഞാൻ പറയുകയാണെങ്കിൽ നസ്രിയെ നമ്മള് പുറത്ത് കാണുമ്പോ ഭയങ്കര ബബ്ലി മറ്റാണ്. സിനിമയെ കുറിച്ചാണെങ്കിലും മീൻസ് നമ്മുടെ സിനിമ എന്നല്ല, ജനറലി ഒരു മീഡിയം ത്തെ കുറിച്ചാണെങ്കിലും ഒക്കെ ഉള്ള പുള്ളിക്കാരുടെ ധാരണ നമുക്ക് ഒത്തിരി എനിക്ക് തോന്നിയിട്ടുണ്ടാവും കുറെ പഠിക്കാനുണ്ട്. ലൈക്ക് ബിക്കോസ് ഓഫ് യേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്. അഭിനയിക്കുന്നില്ലെങ്കിലും പുള്ളിക്കാരി ഇൻഡസ്ട്രിയിൽ തന്നെ ഉള്ള ആളാണല്ലോ, പ്രൊഡക്ഷൻ വൈസ് ആണെങ്കിൽ. അപ്പൊ പുള്ളിക്കാരിയുടെ ഓരോ ഇൻപുട്സും ആ രീതിയിൽ സംസാരിക്കുമ്പോൾ നമുക്ക് സിനിമയെ മനസ്സിലാക്കാൻ തന്നെ കുറേയും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന കോൺവെർസേഷൻസ് ഒക്കെയാണ് എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇതേപോലെ നമ്മൾ ഒരിക്കലും അങ്ങനെ എഫേർട്ട് ഇട്ടിട്ടില്ല. പിന്നെ പുള്ളിക്കാരി കണക്ട് ആയ എന്തെങ്കിലും കോമൺ പോയിന്റ് ഉണ്ടായിരുന്നു? ഇപ്പൊ ചില കാര്യങ്ങളിൽ ഉണ്ടാവുമല്ലോ നമുക്ക് കണക്ട് ആവുന്ന. ഇപ്പോ നമ്മൾ പറയുന്നത് ചിലപ്പോ കോമഡികളായിരിക്കും അല്ലെങ്കിൽ സിനിമയെ പറ്റിയുള്ള സംസാരം തന്നെയാണ് മെയിൻ. ഇതിപ്പോ നച്ചിപ്പോ കുറച്ചിങ്ങനെ എന്താ ഇവിടെ എന്നൊക്കെ ചോദിച്ചാൽ ഞങ്ങളത് അതേപോലെ ഞങ്ങള് സംസാരിക്കും. അതേ കയറി വരുമ്പോ എന്ന് പറഞ്ഞ ഇങ്ങനെ ആ ഒരു എനർജിയിൽ വരുമ്പോ തന്നെ നമുക്ക് പിന്നെ ഇത് നസ്രിയ നാസിം വലിയ നടിയാണ്, സീനിയർ അങ്ങനെയൊന്നും തോന്നത്തേ ഇല്ല. പുള്ളിക്കാരി വളരെ ഇപ്പം ഫ്രണ്ട്ലി ആയിട്ട് ആണ് നമ്മുടെ അടുത്ത്. ഫ്രണ്ട്ലി എന്നല്ല, നമ്മൾ അങ്ങനത്തെ ചിന്തിക്കാനുള്ള സ്പേസ് പോലും ഉണ്ടായിട്ടില്ല. ഇപ്പം ഇതിനകത്ത് നമ്മൾ സിനിമയിൽ നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ സീനും മൊത്തത്തിൽ ഏറ്റവും രസമായിട്ട് വർക്കായിട്ടുണ്ടാവുക നിങ്ങൾ രണ്ടുപേരും വന്ന് മറ്റേ സിദ്ധാർത്ഥ സീൻ ഉണ്ടല്ലോ. അത് ഭയങ്കര നമുക്ക് വെച്ചാൽ അതിനകത്തൊരു സ്പോയിലർ ആവുകയാണെങ്കിൽ കഴിഞ്ഞിട്ട് കണ്ടാൽ മതി, നമുക്കതങ്ങനെ വരാം. അതിനകത്തൊരു ടെൻഷൻ പോയിന്റ് ഉണ്ട്, അതിനകത്തുള്ള ഒരു എലമെന്റ് ഉണ്ട്. പക്ഷെ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് ആ കഥാപാത്രങ്ങൾ അതിനെ മാനേജ് ചെയ്യുന്നത്. കാരണം രണ്ടുപേരും ഭയങ്കര പ്ലാൻഡ് ആയിട്ടല്ലല്ലോ ആ സ്പേസിലേക്ക് എത്തുന്നത്. അവർക്ക് എന്തെങ്കിലും ഉണ്ടായാൽ ഞങ്ങൾ ഇങ്ങനെ ആ മൊമെന്റിലാണ് അവർ ആ സാധനം ക്രിയേറ്റ് ചെയ്ത് എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. അപ്പൊ നമുക്കാണെങ്കിൽ അത് ബാലൻസ് ചെയ്യാൻ അത് സിനിമയിൽ കാണുമ്പോൾ തരുന്നൊരു എന്താ പറയാ, നമുക്ക് ഇരുന്നൊരു എക്സ്പീരിയൻസ് ഭയങ്കര രസമായിരുന്നു. നമുക്ക് ആ ഒരു ടെൻഷനും ഫീൽ ചെയ്യും, എന്നാൽ നമുക്ക് ചിരിക്കാനും തോന്നും. ആ സാധനം ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മളിത് സ്ക്രിപ്റ്റിൽ വായിക്കുമ്പോഴും നിങ്ങളിത് ചെയ്യുമ്പോഴും പിന്നെ ഇത് ഫൈനലി നമ്മൾ എഡിറ്റൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ട് സ്ക്രീനിൽ കാണുകയും ചെയ്യുമല്ലോ. ആ 3 പ്രോസസ്സും ഈ സീനിന്റെ അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇത് നൈസായിട്ട് വർക്ക്ഔട്ട് ആവുന്ന സീനായിരിക്കും. അങ്ങനെ മൊത്തത്തിൽ തോന്നിയായിരുന്നോ? നമ്മൾ കുറെ ചിരിച്ചായിരുന്നു വായിച്ചിട്ട്, പിന്നെ കുറെ ചിരിച്ചു. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് കാണിച്ചൊരു സീനാണിത്. കാരണം നന്നായിട്ട് ചെയ്യാറുണ്ട് ആ സീനില്. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിനെ പറ്റിയിട്ട് ഏത് സീൻ ചെയ്യുമ്പോഴും ആ സീൻ മൈൻഡ് ചെയ്യാതെ ഈ സീനെ പറ്റി സംസാരിച്ചോണ്ടിരിക്കും. പിന്നെ നമ്മളായാലും സെറ്റിൽ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ പൂജിച്ച് ഹായ് സുലു നീ എന്താ ഇവിടെ ഇതെല്ലാം ഞങ്ങൾ പറഞ്ഞോണ്ടിരിക്കും, ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞോണ്ടിരിക്കും. പിന്നെ സ്ക്രിപ്റ്റിലുള്ള പോലെയല്ല ഇപ്പൊ സീൻ ഉള്ളത്, ഇച്ചിരി വ്യത്യാസമൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് എന്താ പറയാ, ഇതന്നെ ഈ നെർവസ്നെസ്സും അതേ സമയത്ത് നമ്മളും മണ്ടികൾ മീൻസ് എന്തോ ഒരു വിശ്വാസം, എന്നാലും ഭയങ്കര ധൈര്യം. ഇതിന്റെ ഒരു ഇതെന്താ ഇങ്ങനെ എന്ന് നമുക്ക് തന്നെ അങ്ങനെ തോന്നുന്ന ഒരു രസം, അതിന്റെ ഒരു രസം ഉണ്ടല്ലോ. ഞാൻ ഇവിടെ എക്സ്പെക്ട് ചെയ്യണ്ടായിരുന്നില്ല. ഞാൻ വെക്കുന്ന സുലു എന്തെങ്കിലും വേറെ ആൻസർ പറയുന്നതാണ് അവിടെ. ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് എത്തിന്നോ അല്ലെങ്കിൽ എന്തോന്ന് പറയുന്നു. പക്ഷെ സുലു പറയുന്നു ഞാൻ